CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ബസിനടിയിൽപ്പെട്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ മരിച്ചു. പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപ്പറമ്പിൽ പ്രസന്നകുമാരിയാണ് മരിച്ചത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ രാവിലെ 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ഇലുമ്പുലാശ്ശേരി ഹാൻഡ്സ് ഫാക്ടറി യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്ന് മുസ്ലിം ലീഗ്. പിന്നിൽ വലിയ റാക്കറ്റുണ്ടെന്നും ലീഗ് നേതാക്കൾ. മണ്ണാർക്കാട് പോലീസിൽ പരാതിയും നൽകി. മണ്ണാർക്കാട് നിന്നും കേരള ക്രിക്കറ്റ് ടീമിലേക്ക് അനുപമ ക്രിക്കറ്റ് ക്ലബിന് ഇത് അഭിമാന നിമിഷം. തെങ്കര ആക്കമ്പാടത്ത് വീട്ടിൽ ജിഷ്ണുവിനാണ് കേരള ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. ശക്തമായ മഴയിലും കാറ്റിലും മണ്ണാർക്കാട് താലൂക്കിൽ ഇതുവരെ 13 വീടുകൾ തകർന്നു. മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണാണ് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായത്. ആളപായമില്ല. മണ്ണാർക്കാട് ബസിനടിയിൽപ്പെട്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ മരിച്ചു. പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപ്പറമ്പിൽ പ്രസന്നകുമാരിയാണ് മരിച്ചത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കെടുത്ത സ്വകാര്യ ബസ് പ്രസന്നകുമാരിയുടെ ദേഹത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസർ പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപ്പറമ്പിൽ 56 വയസ്സുള്ള പ്രസന്നകുമാരിയാണ് മരിച്ചത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാളെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയായിരുന്നു പ്രസന്നകുമാരി. CCN മണ്ണാർക്കാട്. കോങ്ങാട് കാറും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബുധനാഴ്ച രാത്രി കോങ്ങാട് ചെറായ വെണ്ണിയാടത്ത് കുന്നിലായിരുന്നു അപകടമുണ്ടായത്. പള്ളിക്കുറുപ്പ് ശാസ്തമംഗലത്ത് വാഴോത്ത് രവി കവിത ദമ്പതികളുടെ മകൻ മിഥുനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:30 കോങ്ങാട് ചെറായ വെണ്ണിയാടത്ത് കുന്നിലായിരുന്നു അപകടമുണ്ടായത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. CCN മണ്ണാർക്കാട്. ഇലുമ്പുലാശ്ശേരി ഹാൻഡ്സ് ഫാക്ടറി യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്ന് മുസ്ലിം ലീഗ്. പിന്നിൽ വലിയ റാക്കറ്റുണ്ടെന്നും ലീഗ് നേതാക്കൾ. മണ്ണാർക്കാട് പോലീസിൽ പരാതിയും നൽകി. പ്രതികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, പിന്നിൽ വലിയ റാക്കറ്റ്. യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് പോലീസിന് പിടിക്കപ്പെടാൻ സാധിച്ച 2 പ്രതികൾ അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അതിഥി തൊഴിലാളികളാണ്. മഹാരാഷ്ട്രയിലുള്ള 2 വ്യക്തികളെയാണ് പിടിക്കപ്പെട്ടത്. അവർ യഥാർത്ഥ പ്രതികളല്ല. അവർ മാത്രമല്ല പ്രതികൾ, അവർ കേവലം ഒരു പക്ഷേ അവിടുത്തെ ജോലിക്കാരാവാം. യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നും ഇതൊരു വൻ റാക്കറ്റാണ്, കോടിക്കണക്കിന് രൂപയും അതിനാവശ്യമായി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആധുനിക സൗകര്യങ്ങളുള്ള മിഷനറീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ സംഘമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് കർശനമായ ഇടപെടലുണ്ടാകണം. നല്ല സ്പിരിറ്റോട് കൂടിയുള്ള ഇടപെടലുണ്ടാകണം. സ്കൂളുകളുടെ സമീപത്തെ പെട്ടിക്കട മുതൽ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള ഈ പാൻ മസാലയിൽ തുടങ്ങി വീര്യമില്ലാത്ത ബീർ ഉൾപ്പെടെയുള്ള മദ്യം ഉപയോഗിച്ച്, പിന്നീട് മദ്യത്തിൻ്റെ ലഹരി കൂടിയത് ഉപയോഗിച്ച്, പിന്നെ നമ്മുടെ രാസലഹരിയിലേക്ക് കുട്ടികൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വലിയ ഭീതി ജനങ്ങൾക്കുണ്ട്. അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പന നടത്താനാണ് ഈ ലഹരി മാഫിയ. ഇത് മണ്ണാർക്കാട് നിർമ്മിക്കുന്നതും വിതരണം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് വലിയ ആശങ്കയോടെയാണ് മണ്ണാർക്കാട്ടെ ജനങ്ങളും എല്ലാ സമൂഹവും കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ, ചെറിയ പെട്ടിക്കട മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ നിത്യപരിശോധന നടത്തണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. CCN മണ്ണാർക്കാട്. തച്ചമ്പാറയിൽ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. തച്ചമ്പാറ പെട്രോൾ പമ്പിന് സമീപം ഉച്ചയ്ക്ക് 12 മണിക്കാണ് അപകടം നടന്നത്.
മുതുകുറിശി ചൂരക്കുത്തൻ വീട്ടിൽ യൂസഫിനാണ് പരിക്കേറ്റത്. തച്ചമ്പാറ പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് അപകടം നടന്നത്. മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആദ്യം തച്ചമ്പാറ ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്. ദേശീയപാതയിലെ ഈ പ്രദേശത്തെ 2 വളവുകളും അപകട ഭീഷണി ഉയർത്തുന്നതാണ്. CCN കോങ്ങാട്. ശക്തമായ മഴയിലും കാറ്റിലും മണ്ണാർക്കാട് താലൂക്കിൽ 13 വീടുകൾ തകർന്നു. മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണാണ് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായത്. ആളപായമില്ല. കരിമ്പ, തച്ചമ്പാറ, കോട്ടപ്പാടം, അലനല്ലൂർ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലുമാണ് വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടത്. ഇതിൽ കോട്ടപ്പാടം, തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ 3 വീടുകളും കരിമ്പ പഞ്ചായത്തിൽ 4 മറ്റിടങ്ങളിൽ ഓരോ വീടുകളുമാണ് തകർന്നത്. തച്ചനാട്ടുകര നാട്ടുകൽ പെരുണ്ടപ്പുറത്ത് കുഞ്ഞമ്മുവിന്റെ വീടിന്റെ ഒരു ഭാഗം മഴയിൽ തകർന്നു. കിട്ടത്ത് കുട്ടൻ, കുണ്ടൂർക്കുന്ന് താഴത്തേതിൽ വീട്ടിൽ കുഞ്ഞുലക്ഷ്മി എന്നിവരുടെ വീടുകൾ മരങ്ങൾ വീണാണ് തകർന്നത്. കോട്ടപ്പാടം അരിയൂർ വിജയവിലാസത്തിൽ വിജയകുമാറിന്റെ ഇരുനില വീടിന്റെ സംരക്ഷണ ഭിത്തിയും മതിലും ഇടിഞ്ഞു വീണു. പട്ടക്കൽ PS നിലയത്തിൽ രാജലക്ഷ്മിയുടെ വീടിനും ഭാഗികമായ നാശനഷ്ടമുണ്ടായി. കണ്ടമംഗലം സ്വദേശികളായ ചാട്ടുപോക്കിൽ അസ്മാബി, പൊന്നാനിക്കുന്ന് താഹിർ എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കും മരം വീണു. കരിമ്പയിൽ പാലളം പടിഞ്ഞാറേക്കര ജാനകി, കല്ലടിക്കോട് 3 ഏക്കർ കോയിൽപാളയം അൽഫോൺസ മേരി, ആപ്പഞ്ചിറ ആന്റണി, കരിമ്പ 2 വില്ലേജിൽ കളപ്പാറ കൃഷ്ണൻകുട്ടി, മണ്ണാർക്കാട് നഗരസഭയിലെ പെരിമ്പിടാരി, മണ്ണാട്ടിൽ വീട്ടിൽ ലീലാവതി എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കും മരം വീണു. അലനല്ലൂർ കാട്ടുകുളം പൂക്കാട്ടിൽ രാധാമണിയുടെ വീടും ശക്തമായ മഴയിൽ ഭാഗികമായി തകർന്നു. അലനല്ലൂർ ചളവ പടിക്കപ്പാടം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം പൊട്ടി വീണ് കാറിന് നാശനഷ്ടമുണ്ടായി. ചളവ സ്വദേശി പൂന്തിയിൽ വീട്ടിൽ സുരേഷ് ബാബുവിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. CCN മണ്ണാർക്കാട്. ശക്തമായ മഴയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 18 വീടുകൾ തകർന്നു. പല വീടുകളും വാസയോഗ്യമല്ലാതായിട്ടുണ്ട്. വാണിയംകുളത്തും നെല്ലായയിലും 4 വീടുകൾ, ലക്കിടിപ്പേരൂരിലും ശ്രീകൃഷ്ണപുരത്തും ഷൊർണൂരിലും കരിമ്പുഴയിലും വെള്ളിനേഴിയിലും 2 വീടുകൾ വീതവുമാണ് തകർന്നതെന്ന് താലൂക്ക് ഓഫീസ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 301.6 മില്ലിമീറ്റർ മഴയാണ് താലൂക്കിൽ പെയ്തത്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 8 വരെ 89.2 മില്ലിമീറ്റർ മഴ ലഭിച്ചു. തിങ്കളാഴ്ച രാവിലെ മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ 75 മില്ലിമീറ്റർ മഴയും പെയ്തു. CCN ചെർപ്പുളശ്ശേരി. ശക്തമായ കാറ്റിൽ ചെത്തല്ലൂരിൽ വ്യാപകമായ കൃഷിനാശം. ചെത്തല്ലൂർ തെക്കുമുറി രാമൻ തൃക്കോവിൽ പാടശേഖരങ്ങളിലെ നിരവധി കർഷകരുടെ വാഴകൾ നിലം പൊത്തി. തച്ചനാട്ടുകര കൃഷിഭവൻ പരിധിയിൽപ്പെട്ട ചെത്തല്ലൂർ തെക്കുമുറി ആമൂരിക്കുണ്ട് പാടശേഖരത്തെ കുലച്ച വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കൂരിക്കാട്ടിൽ രാമചന്ദ്രന്റെ വാഴകളാണ് നശിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട് കൃഷി ചെയ്തതാണ്. നന്നായിട്ട് അധ്വാനിച്ച് നമ്മൾ നല്ലൊരു വിളവെടുപ്പ് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അത് സംഭവം ഇങ്ങനെ ആയിപ്പോയി. പ്രകൃതി വല്ലാതെ കർഷകനെ ദുഃഖത്തിലാക്കിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കേരളം മൊത്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപം നമ്മൾ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 400ഓളം വാഴയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിലിപ്പം നിൽക്കുന്നത് കാണുവാണെങ്കിൽ ഒരു 100 150 ആണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി 200ൻ്റെ മുകളിൽ വാഴ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിൽക്കുന്ന വാഴേനെ നമുക്കൊരു വിളവ് നന്നായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. മൊത്തം 400 വാഴകൾ വെച്ചതിൽ 150ലധികം വാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. വരുന്ന ഓണത്തിന് വെട്ടാറായ കുലച്ച വാഴക്കുലകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കഴിഞ്ഞ 25 വർഷമായി കൃഷിയിൽ വ്യാപൃതനായ രാമചന്ദ്രന് ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ നഷ്ടം ഉണ്ടാകുന്നത്. ഒരു വാഴയ്ക്ക് മൊത്തം 175 രൂപയോളം ചെലവ് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ എത്തി നഷ്ടം വിലയിരുത്തി നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകന്റെ ആവശ്യം. വിള ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും എല്ലാം കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നു നോക്കി നമ്മളെ നഷ്ടമൊക്കെ രേഖപ്പെടുത്തി കഴിയുന്നതും വേഗം സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിത്തരാനുള്ള ഒരു നിർദ്ദേശവും പിന്നെ അഭിപ്രായമാണ് പറയാനുള്ളത്. അപ്പോൾ അത് കഴിയുന്നതും വേഗം നമുക്ക് ആ നഷ്ടപരിഹാരം കിട്ടാനുള്ള, തുടർന്ന് എന്തെങ്കിലും കർഷകൻ എന്നുള്ള നിലയ്ക്ക് കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രചോദനമായിട്ട് ഈ നഷ്ടപരിഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
അപ്പോൾ ആ രീതിക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു. CCN ചെത്തല്ലൂർ. കടമ്പഴിപ്പുറം വായില്യംകുന്ന് മേലിത്തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നു. രാവിലെ 6 മണി മുതൽ പ്രത്യേക പൂജകളും പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ഉണ്ടായി. ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തുടർന്ന് കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം നടന്നു. ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകുന്നേരം കലാമണ്ഡലം കൃഷ്ണപ്രവീണും കലാമണ്ഡലം നവനീത് നമ്പൂതിരിയും അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും അരങ്ങേറി. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നിന്നും കേരള ക്രിക്കറ്റ് ടീമിലേക്ക് അനുപമ ക്രിക്കറ്റ് ക്ലബിന് ഇത് അഭിമാന നിമിഷം. തെങ്കര ആക്കംപാടത്ത് വീട്ടിൽ ജിഷ്ണുവിനാണ് കേരള ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. Oh, that's a wicket, is it? Yes, it's a wicket for Jishnu. As we were saying that he can redeem himself, might be that is the moment for him. മണ്ണാർക്കാട് അനുപമ ക്രിക്കറ്റ് ക്ലബിന് അഭിമാന നിമിഷം. മണ്ണാർക്കാട് അനുപമ ക്രിക്കറ്റ് ക്ലബിന്റെ താരം ജിഷ്ണു കേരള സീനിയർ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ നേടി. ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന 41ാമത് അഖിലേന്ത്യാ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് ടൂർണമെന്റിലേക്കുള്ള കേരള സീനിയർ ക്രിക്കറ്റ് ടീമിലേക്കാണ് ജിഷ്ണുവിന് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. തെങ്കര ആക്കംപാടത്തു വീട്ടിൽ മണികണ്ഠൻ നാരായണൻ മഞ്ജുള ദമ്പതികളുടെ മകനാണ് ജിഷ്ണു. ക്ലബ് ഭാരവാഹികൾ വീട്ടിലെത്തി ജിഷ്ണുവിനെ അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റും കല്ലടി ഹൈസ്കൂൾ അധ്യാപകനുമായ രാജേഷ്, ക്ലബ് സെക്രട്ടറി KCK മൊയ്തീൻ, MES കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനും ക്ലബ് താരവുമായ മൊയ്തീൻ, ഭാരവാഹികളും താരങ്ങളുമായ ഹാരിസ്, ജലീൽ, രാജേഷ്, അഷറഫ് എന്നിവർ സംബന്ധിച്ചു. മണ്ണാർക്കാട്ട് നിന്ന് ഏറ്റവും ആദ്യമായിട്ട് കേരള സീനിയർ ടീമിലേക്ക് ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ള ജിഷ്ണുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. അടുത്ത പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരാൻ അവന് സാധിക്കട്ടെ. CCN മണ്ണാർക്കാട്. അട്ടപ്പാടിയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി നിലച്ചിട്ട് 5 ദിവസം പിന്നിട്ടു. ചില പ്രദേശങ്ങൾ 7 ദിവസമായി അന്ധകാരത്തിലാണ്. തുടർച്ചയായുണ്ടായ കാലവർഷക്കെടുതിയിലെ മരങ്ങൾ ഒടിഞ്ഞും കടപുഴകി വീണും വൈദ്യുതി വിതരണം നിലയ്ക്കുകയായിരുന്നു. തുടർച്ചയായുണ്ടായ വൈദ്യുതി തടസ്സത്തിൽ ജനം വലഞ്ഞു. കടകളിൽ മെഴുകുതിരി പോലും ഇല്ലാതായതോടെ നിരവധി വീടുകൾ രാത്രികളിൽ അന്ധകാരത്തിലായി. റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം നിലച്ചതിനാൽ മണ്ണെണ്ണ വിളക്കും വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. കോരിച്ചൊരിയുന്ന മഴ വിറകുക്ഷാമത്തിനും കാരണമായി. വൈദ്യുതി ഇല്ലാത്തതിനാൽ റേഷൻ വിതരണവും പൂർണ്ണമായും മുടങ്ങി. മൊബൈലുകൾ ഓഫ് ആയതോടെ ആശയവിനിമയത്തിനും മാർഗമില്ലാതായി. മഴയും കാറ്റും ഇരുട്ടും വന്യമൃഗശല്യവും മലയോര മേഖലയെ അതീവ ഭീതിയിലാഴ്ത്തുകയാണ്. വിവിധ പ്രദേശങ്ങളിലായി വൻതോതിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ലൈനുകളിൽ ഭീഷണി ഉയർത്തുന്ന മരങ്ങളും വീടുകൾക്ക് അപകടമാം വിധമുള്ള മരങ്ങളും മുറിച്ചു നീക്കുന്നതിനും ഗ്രാമപഞ്ചായത്തുകൾക്കും KSCB അധികൃതർക്കും യഥേഷ്ടം സമയം ലഭിച്ചിരുന്നെങ്കിലും ബന്ധപ്പെട്ടവർ അത്തരം പ്രവൃത്തികളിൽ കാണിച്ച നിഷ്ക്രിയത്വമാണ് ജനങ്ങൾ ഇന്നു നേരിടുന്ന ദുരിതങ്ങൾക്ക് കാരണമെന്ന് അട്ടപ്പാടിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. CCN മണ്ണാർക്കാട്. മലപ്പുറം പൊന്നാനി BM റെഗുലേറ്ററിന്റെ 2 ഷട്ടറുകൾ തുറന്നു. BM റെഗുലേറ്ററിന് താഴ്ഭാഗത്ത് താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. അതിശക്തമായ മഴയെ തുടർന്ന് മലപ്പുറം പൊന്നാനി BM റെഗുലേറ്ററിന്റെ തുറന്ന വിയറുകളുടെ ലെവലിൽ വെള്ളം എത്തിയതിനാലാണ് റെഗുലേറ്ററിന്റെ 2 ഷട്ടറുകൾ തുറന്നത്. BM റെഗുലേറ്ററിന് താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് പൊന്നാനി ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. CCN മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി 25 വീതം നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ചു. ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ഉത്തരവായി
ജൂൺ 19-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. നോഡൽ ഓഫീസർമാർ ചില നോഡൽ ഓഫീസർമാരെ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഡെസിഗ്നേഷൻ വെച്ചാൽ പോസ്റ്റ് ചെയ്തു. ചിലപ്പോൾ പേര് വെച്ചുള്ള പോസ്റ്റിംഗ് വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ ഈ മീറ്റിങ്ങിലുള്ള അസസ് ചെയ്തോടെ മാറ്റം വരുത്തി നമുക്ക് ഇപ്പോഴാരാണ് ഹോൾഡ് ചെയ്യുന്നത് വെച്ച്. തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 25 വിഭാഗങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകും. മാൻ പവർ മാനേജ്മെന്റിന്റെ നോഡൽ ഓഫീസർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ LAയും പരാതി പരിഹാര വോട്ടർ ഹെൽപ്പ് ലൈൻ നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ LRഉം സ്വീപ് നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ DMുമാണ്. EVM മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ്, വെബ്കാസ്റ്റിംഗ്, ഗ്രീൻ പ്രോട്ടോകോൾ, PWD വോട്ടർമാർ, കൺട്രോൾ റൂം, വിവിധ സാമഗ്രികളുടെ വിതരണം എന്നിവയ്ക്കെല്ലാം നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി. CCN മലപ്പുറം. കൂരിയാട് ദേശീയപാത അപകടം നടന്നിടത്ത് പാലം പണിയണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പാലം മാത്രമാണ് പരിഹാരമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നാടറിയുന്ന മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്, ഈ മണ്ണ് പരിശോധിക്കണം, ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ്. ആ മണ്ണ് അവരെ ചതിച്ചു. ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു. അത് തന്നെയാണ് വസ്തുത. അപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്. വിദഗ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല. വാർത്താമാധ്യമങ്ങളിൽ വന്നാണ്. ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു, ഔദ്യോഗികമായി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ശരിയാവണമല്ലോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി, വിദഗ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല, അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത്. പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു, അവിടെ പാലേ പറ്റുള്ളൂ. വെള്ളം ഒഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാലം വേണം. പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ്. ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ പാലം വേണം. കൂരിയാട് ദേശീയപാത അപകടം മണ്ണ് പരിശോധന വേണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ്. മണ്ണറിയാത്തവർ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. റോഡ് പുതുക്കി പണിയണം, അവിടെ പാലം പണിയണം, പാലമാണ് പരിഹാരമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF കൂടി അന്തിമ തീരുമാനമെടുക്കും. PV അൻവറിന്റെ വിഷയത്തിൽ കൂടിയാലോചന നടത്തി UDF അറിയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDFന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDFന്റെ ഒരു തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരത്തോട് അത് നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ. അതിന് മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. CCN മലപ്പുറം. മലപ്പുറം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറും സാമൂഹ്യ സാംസ്കാരിക ട്രേഡ് യൂണിയൻ രംഗത്തെ സജീവ സാന്നിധ്യവുമായ നസീർ ഐമോന് ബോണ്ട് ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. 31-നാണ് നസീർ വിരമിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക ട്രേഡ് യൂണിയൻ രംഗത്തെ സജീവ സാന്നിധ്യമായ നസീർ ഐമോൻ 2011-ലാണ് മലപ്പുറം ഡിപ്പോയിൽ റിസർവ് കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചത്. വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ ജില്ലാ പ്രസിഡന്റും പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ കോർഡിനേഷനായ TDFന്റെ ജില്ലാ ചെയർമാനുമാണ്. കോവിഡ് കാലത്താണ് KSRTC ബോണ്ട് സർവീസുകൾ തുടങ്ങിയത്. അന്നു മുതൽ ബോണ്ട് 3 സർവീസിലെ കണ്ടക്ടറാണ് നസീർ. മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലേക്കും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ബാങ്കുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കും ജീവനക്കാരെ കൃത്യസമയത്ത് എത്തിക്കാൻ നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. ഇതിന്റെ സ്നേഹോപഹാരം എന്ന നിലയിലാണ് ബോണ്ടിലെ സ്ഥിരം യാത്രക്കാർ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയത്. CCN മലപ്പുറം. ആ നിലമ്പൂരിലെ വോട്ടർമാർ അസംതൃപ്തിയാണ് SCPI തെരുവിൽ മത്സരിക്കാൻ പ്രത്യേകമായി തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഇത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് SCPI ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി SCPIയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും
പ്രമുഖ അഭിഭാഷകനും മലപ്പുറത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തൊടിയാണ് എസ്ഡിപിഐയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. 2014 നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയിടത്തു തന്നെ നിൽക്കുന്നു. ആരോഗ്യമേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ വിവരണാതീതമാണ്. ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു. നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 2 ജീവനുകളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് വിവേചനമില്ലാത്ത വികസനത്തിന് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും CPI ലത്തീഫ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ എസ്ഡിപിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP റഫീഖ്, സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇഖ്രാമുൽ ഹഖ്, ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതുകുറിശി ചൂരക്കുത്തൻ വീട്ടിൽ യൂസഫിനാണ് പരിക്കേറ്റത്. തച്ചമ്പാറ പെട്രോൾ പമ്പിനു സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് അപകടം നടന്നത്. മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആദ്യം തച്ചമ്പാറ ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്. ദേശീയപാതയിലെ ഈ പ്രദേശത്തെ 2 വളവുകളും അപകട ഭീഷണി ഉയർത്തുന്നതാണ്. CCN കോങ്ങാട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.